വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി യൂട്യൂബ് വീഡിയോസ്. ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പോസ്റ്റുമായി ബന്ധപ്പെട്ടുണ്ടായ കുറച്ച് സംശയങ്ങൾ ക്ലാരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഈ സംശയങ്ങൾക്ക് ആധാരമായി വന്നത് ഈ അടുത്ത കാലത്തായി പുറത്തിറങ്ങിയ ഒരു കേരള ഗസറ്റാണ്. അതിലുണ്ടായ സംശയം എന്നുള്ളത് അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പോസ്റ്റിന് വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഈ സംശയങ്ങൾ ക്ലിയർ ചെയ്യാനായി നമുക്ക് ആ കേരള ഗസറ്റ് തന്നെ ഒന്ന് നോക്കാം. നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ കേരള ഗസറ്റാണ് നിങ്ങൾക്ക് ഈ സ്ക്രീനിലൂടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ കേരള ഗസറ്റിനകത്ത് എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇത് നോക്കിയാൽ നമുക്കറിയാം 2020 ജൂൺ 8 ഈ ഗസറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾക്ക് വേറെ കാണാൻ പറ്റുന്നത് ഇതിൻ്റെ ഗവൺമെൻറ് ഓർഡർ നമ്പറും കാര്യങ്ങളൊക്കെയാണ്. അതിൽ ട്രാൻസ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഓർഡറാണിത്, ഒരു ഗസറ്റാണിത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത്, ആദ്യത്തെ കുറച്ച് പാരഗ്രാഫിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഒരു 1981 ഒരു ഗസറ്റിനെ അമെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിലിവിടെ കാണാൻ പറ്റും 14 ഒക്ടോബർ 1981 എന്നൊക്കെ. അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് ആ സെൻറ്റൻസ് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നത് ഈ 1981 വന്ന ഒരു ഗസറ്റ് അമെൻഡ് ചെയ്തത് എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ അകത്ത് ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് മെയിൻലി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും അതിന് മുകളിലേക്കുള്ള പോസ്റ്റുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു അമെൻമെൻ്റാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും ജോയിൻറ്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ എന്നൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ വിഷയം ജോയിൻറ്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ എന്നുള്ളതല്ല. അപ്പോൾ നമുക്ക് വിഷയമായി വരുന്ന കാര്യം എന്ന് പറയുന്നത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നേരെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിൻ്റെ കാര്യത്തിലേക്ക് പോകാം. അപ്പോൾ ഇതിലിവിടെ പറയുന്നത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുമായി ബന്ധപ്പെട്ട് വരുന്ന റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. ഡയറക്റ്റ്ലി ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റിലേക്ക് ഒരു റിക്രൂട്ട്മെൻ്റ് ഇല്ല. ഉള്ളതെന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് രീതിയിലോ അല്ലെങ്കിൽ പ്രൊമോട്ടായി വരുന്ന രീതിയിലാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുക. അപ്പോൾ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് എന്നുള്ള കേസിൽ തന്നെ നമുക്കിത് വായിച്ചെടുക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് വേണ്ടിയതിനെക്കുറിച്ചാണ് അമെൻമെൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൽ SSLCയുടെ പാസിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉണ്ടായ തിരുത്തെന്ന് പറയുന്നത് നേരത്തെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ മാത്രമായിരുന്നു ഡിപ്ലോമയായിട്ട് പറഞ്ഞിരുന്നത്. ഇപ്പോൾ അത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 1981 പ്രീവിയസ് ആയിട്ട് ഇത് പറഞ്ഞിരുന്നത്. അതിപ്പോൾ മാറി ഓട്ടോമൊബൈൽ എന്നുള്ളത് മാത്രമല്ല ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നും കൂടെ ഉള്ള ഒരു ഡിപ്ലോമയ്ക്ക് ഇവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ സെൻട്രൽ ഗവൺമെൻറ് അംഗീകരിക്കുന്ന ഡിപ്ലോമയ്ക്ക് തതുല്യമായുള്ള ഒരു കോഴ്സിനെയും നമുക്കിതിനകത്ത് പരിഗണിക്കാമെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ ഉള്ള കാര്യമെന്ന് പറയുന്നത് ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് നമുക്ക് ഹെവി മോട്ടോർ വെഹിക്കിൾസിൽ ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണാത്ത ഒരു പോയിൻ്റുണ്ട്. ഇതിനകത്ത് കാണാത്ത പോയിൻ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു പോയിൻ്റാണ് വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് എന്നുള്ളത്, അല്ലേ? വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് എന്നുള്ളത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെയാണ് നേരത്തെ വേണ്ടിയിരുന്നത്. അതായത് ഒരു സർക്കാർ അംഗീകൃത ഒരു വർക്ക്ഷോപ്പിൽ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് മെൻഷൻ ചെയ്തിട്ടില്ല. ഇനി നമ്മളിത് ഒന്നും കൂടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന കാര്യത്തിനാണ് ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. അതായത് അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിൽ ഈ കാര്യം മെൻഷൻ ചെയ്തിട്ടില്ല. അതായത് ഇവിടെ നമ്മുടെ ഈ ഗസറ്റ് പുറത്തിറങ്ങിയത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുമായി ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ ജോയിൻറ്റ് ട്രാൻസ്പോർട്ട് കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ അമെൻമെൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഗസറ്റ് അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുമായി ബന്ധപ്പെട്ടുള്ളതല്ല എന്നാണ്. എന്നിരുന്നാൽ തന്നെയും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിൽ ഇതുപോലൊരു മാറ്റം വന്ന സ്ഥിതിക്ക് അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിൻ്റെ പോസ്റ്റിലും ഇതേപോലുള്ള മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അത് ഡിപ്ലോമ കഴിഞ്ഞ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള മെക്കാനിക്കൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ വിദ്യാർത്ഥികൾക്ക് ഒരു പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഉടനെ തന്നെ ചിലപ്പോൾ മാറ്റം ഉണ്ടായേക്കാം, ഉണ്ടാവാതെ ഇരിക്കുകയും ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ മാറ്റങ്ങൾ ഇതിലുണ്ടെങ്കിൽ തന്നെയും അല്ലെ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഗസറ്റ് പുറത്തിറങ്ങിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിജ്ഞാപനം പുറത്തിറങ്ങിയാൽ നമ്മൾ വീണ്ടും ഒരു വീഡിയോയുമായി വന്ന് അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്
മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും അതുപോലെ ജോയിൻറ്റ് ട്രാൻസ്പോർട്ട് കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ അമെൻമെൻ്റായിട്ട് വന്നേക്കുന്നത്. ഇതുവരെ അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിനായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ കേരള ഗസറ്റ് ഈ സ്ക്രീനിൽ കൂടെ കണ്ടിരുന്നു. ഇനി നിങ്ങൾക്കിത് ഡയറക്റ്റായിട്ട് വായിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ വീഡിയോയുടെ താഴെയായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വായിക്കാം. നിങ്ങളുടെ അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പോസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള സംശയം മാറി എന്ന് വിശ്വസിക്കുന്നു. ഇനിയൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.